പ്രിയമുള്ളവരെ, അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമലക്ഷ്മണ കുമാരന്മാര് അച്ഛൻ ദശരഥ മഹാരാജാവിന്റെ അനുവാദത്തോടെ വനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവരങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്ത് വനത്തിലെത്തി കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ അവിടെ ഒരു പന്തികേട് തോന്നുന്നുണ്ട് ഈ കുമാരന്മാർക്ക്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി ഇവരോട് പറഞ്ഞ്, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ കുഴപ്പങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് നടന്നോളാൻ പറഞ്ഞു. അപ്പൊ കുറെ ദൂരം നടക്കുമ്പോൾ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അവർക്ക് ഭക്ഷണമൊന്നുമില്ല അവിടെ. അപ്പോൾ നമ്മുടെ മഹർഷി കുമാരന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ ഞാൻ 2 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരാം. ആ മന്ത്രങ്ങൾ ഉരുവിട്ട് നടന്നാൽ വിശപ്പും ദാഹവും അറിയുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കൂടുതൽ ഉന്മേഷവാന്മാരായിരിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ മഹർഷി ഉപദേശിച്ചു കൊടുത്ത 2 മന്ത്രങ്ങൾ, അതിൽ ഒന്ന് ബല, മന്ത്രത്തിന്റെ പേരാണ് ബല. രണ്ടാമത്തെ മന്ത്രം അതിബല. അപ്പോൾ ബല, അതിബല, ഇങ്ങനെ 2 മന്ത്രങ്ങൾ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നു. ഇവര് അതും ഉരുവിട്ട് തന്നെ വനത്തിലൂടെ നടക്കുന്നു. അങ്ങനെ കുറെ ദൂരം അവരെ അങ്ങനെ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്ന് കുറെ ദൂരം എത്തുമ്പോൾ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു മാറ്റം. കാട് കിടിലം കൊള്ളുന്നത് പോലെ, എന്തോ ഒരു അപകടം പോലെ ഇവർക്ക് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഇവരുടെ മുൻപിലേക്ക് അതിഭീകരയും ആജാനബാഹുവുമായ ഉഗ്രയായ ഒരു രാക്ഷസി ചാടി വീഴുന്നു. ഇവര് നേരെ രാമലക്ഷ്മണന്മാരുടെ നേർക്ക് അലറിക്കൊണ്ട് ചീറിപ്പാഞ്ഞു വരികയാണ്. മനുഷ്യരെ കണ്ടാൽ ഭക്ഷിക്കുമല്ലോ, ഇവര് പിടിച്ചു ഭക്ഷിക്കുമല്ലോ. അപ്പൊ ഇത് കണ്ട് രാമനും ലക്ഷ്മണനും ഒട്ടും ഭയപ്പെട്ടില്ല. പകരം രാമൻ മഹർഷിയുടെ മുഖത്ത് നോക്കി, ഞാൻ എന്ത് ചെയ്യണം എന്ന അർത്ഥത്തില്. മഹർഷി ഉടനെ തന്നെ എന്തും ചെയ്തോളൂ എന്ന് രാമന് അനുവാദവും കൊടുത്തു. അങ്ങനെ മഹർഷിയുടെ അനുവാദം കിട്ടിയ ഉടനെ തന്നെ രാമൻ തൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് ഈ രാക്ഷസിയുടെ നെഞ്ചു നോക്കി എയ്തു. ഈ രാക്ഷസിയുടെ പേര് താടക എന്നാണ് കേട്ടോ. താടക എന്നാണ് ഈ രാക്ഷസിയുടെ പേര്. അപ്പോൾ ഈ രാമബാണമേറ്റ താടക എന്ന രാക്ഷസി നെഞ്ച് പിളർന്ന് നിലത്ത് മറിഞ്ഞടിച്ച് വീണ് മരിച്ചു. ഇങ്ങനെ മരിച്ചു കിടക്കുന്ന രാക്ഷസിയുടെ ശരീരത്തിൽ നിന്ന് ഒരു അപ്സരസ് ഉയർന്നു വന്നു എന്നാണ്. അപ്സരസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിസുന്ദരികളായിരിക്കുമെന്ന് അല്ലെ, നമ്മൾ പൊതുവേ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ കേൾക്കില്ല, സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ അപ്സരസിനെ പോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഈ അപ്സരസുകള് അതിസുന്ദരികളായിരിക്കും, നിത്യ യൗവനമായിരിക്കും ഇവർക്ക് ജരാനരകളൊന്നും ബാധിക്കുകയില്ല. പക്ഷെ ഇവര് ഇവിടെയുള്ളവരല്ല, ഇവര് ദേവലോകത്ത് ദേവേന്ദ്രന്റെ സദസ്സിലെ നർത്തകിമാരാണെന്നാണ് പറയുന്നത് ഈ അപ്സരസുകള്. അങ്ങനെ ഒരു അപ്സരസാണ് ഈ നമ്മുടെ താടക രാക്ഷസിയുടെ മൃതശരീരത്തിൽ നിന്ന് ഉയർന്നു വന്നത്. അവര് രാമനെ വണങ്ങിക്കൊണ്ട് അവര് സ്വയം പറയുകയാണ്, ഞാനൊരു അപ്സരസായിരുന്നു, ഒരു കാലത്ത് ഒരു ശാപമേറ്റ് ഞാനിങ്ങനെ രാക്ഷസിയായി ഈ വനത്തിൽ ജീവിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ ബാണമേറ്റ് എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പൂർവ്വസ്ഥിതിയിലെ അപ്സരസായി തന്നെ മാറിയിരിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് രാമനെ വണങ്ങി അവിടെ നിന്നും മറയുന്നു. അങ്ങനെ രാമന്റെ ഒരു ദൗത്യം, വനത്തിലെത്തിയിട്ടുള്ള ഒരു ദൗത്യം പൂർത്തിയാക്കി, അതായത് താടകാവധം. അതിനുശേഷം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ, അവരെ കൗമാര പ്രായം മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇവരെ മഹർഷിയുടെ സിദ്ധാശ്രമത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതും വനത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് വനത്തിൽ കൂടെ. അപ്പോൾ ഈ വനത്തിലൂടെയുള്ള യാത്രയിൽ ഇനിയും പല പ്രശ്നങ്ങളെയും രാമൻ നേരിടേണ്ടതായിട്ട് വരും. അതെല്ലാം രാമൻ കൃത്യമായി നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് അതിനി ഓരോന്നായിട്ട് അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം കേട്ടോ. നന്ദി, നമസ്കാരം.